അത് നിങ്ങൾ കാണാം, നമുക്ക് അടുത്ത ഇലക്ഷൻ കാണാം. എനിക്ക് വന്ന ഫോൺ കോളുകൾ സ്വാഭാവികമായിട്ട് നിങ്ങളടുത്ത് പുറത്തു പറയാൻ കഴിയില്ല. എത്രയോ സാധാരണക്കാരായ പാർട്ടി സഹാക്കൾ, പാർട്ടി അംഗങ്ങൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ അസംതൃപ്തരാണ്. അവരൊക്കെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സന്ദീപിൽ നിന്ന് തുടങ്ങാം. ജനാധിപത്യത്തിൻ്റെ ശുദ്ധവായു സ്വാഭാവികമായിട്ട് ശ്വസിക്കാൻ ഏതൊരു മനുഷ്യനും ആഗ്രഹം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇടതുപക്ഷ മനസ്സ് ഇപ്പോൾ UDF സംവിധാനത്തിലാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ആശയങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഇടതുപക്ഷ ആശയങ്ങൾ നടപ്പിലാക്കേണ്ട ആളുകൾ കൂടുതൽ വലതുപക്ഷത്തേക്ക് ചെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥയിലായപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഇടതുപക്ഷ മനസ്സുള്ളൊരു ആളാണ്. എന്നെപ്പോലെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അവരൊക്കെ UDF സംവിധാനത്തിൻ്റെ കൂടേക്ക് വരും. സ്വാഭാവികമായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നു ഞങ്ങളൊക്കെ. ഇപ്പോൾ താങ്കൾ ഈ ചാനൽ ചർച്ചയിലൊക്കെ സൈദ്ധാന്തികമായി തന്നെ ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇടതുപക്ഷം അല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന അഭിപ്രായം തന്നെയാണോ? അല്ല, നിശ്ചയമായും ഇടതുപക്ഷ മൂല്യങ്ങൾ അറ്റുപോയ ഒരു പാർട്ടിയാണ് ഇന്ന് കേരളത്തിലുള്ളത്. ജനങ്ങളിൽ നിന്ന് അകന്നുപോയ ഒരു പാർട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ പാർട്ടി ചെയ്തു വെക്കുന്ന പാതകങ്ങൾക്കെതിരെയുള്ള വർത്തമാനമാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം. ഇപ്പോൾ സുരേഷിനെ പോലുള്ള ആളുകൾ, സുരേഷ് എന്ന് പറയുന്നത് VSൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചാവകാശിയാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ലക്ഷക്കണക്കിന് പാർട്ടി അനുഭാവികൾ ഇങ്ങനെ പാർട്ടിയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മാനസികാവസ്ഥയിൽ കഴിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ പ്രതിഷേധത്തിൻ്റെ സൂചനയാണ്. ഇന്നൊരു വലിയ ആഹ്ലാദത്തിൻ്റെ ദിവസമാണ്. കാരണം സുരേഷിനെ പോലെ ദീർഘകാലം VSൻ്റെ സന്തത സഹചാരി, മാത്രമല്ല പുത്രവാത്സല്യത്തോടെ അദ്ദേഹം കണ്ടിരുന്ന ഒരു വ്യക്തി. അപ്പോൾ ആ വ്യക്തി ഇന്ന് പാർട്ടി വിട്ട് UDF പ്രതലത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. അതൊരു കേരളത്തിൽ നൽകുന്നൊരു വലിയ സന്ദേശമാണ്. കേരളത്തിലെ CPMന് നൽകുന്ന വലിയ സന്ദേശമാണ്. CPMനുള്ളിലെ പാർട്ടി അംഗങ്ങൾ, അണികൾ, സാധാരണ പ്രവർത്തകർ ഇവരൊക്കെ ഇത് ആഗ്രഹിക്കുന്നു. അവർ നാളെ തുടർ വിസ്മയങ്ങളായി കേരളത്തിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് എനിക്കിടത്തി പറയാനുള്ളത്. ഇതുപോലെ ഇനി താങ്കളുടെ പോലെ മനസ്സിലുള്ള കുറേ ആളുകൾ ഇങ്ങോട്ട് വരും. അതിപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗം അല്ലെങ്കിൽ കൂടി UDFുമൊക്കെ ആയി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ട്രെയിലർ പൂരാ പിക്ചർ അഭി ബാക്കി ഹൈ. തീർച്ചയായിട്ടും അത് നിങ്ങൾ കാണാം, നമുക്ക് അടുത്ത ഇലക്ഷൻ കാണാം. എനിക്ക് വന്ന ഫോൺ കോളുകൾ സ്വാഭാവികമായിട്ട് നിങ്ങളടുത്ത് പുറത്തു പറയാൻ കഴിയില്ല. എത്രയോ സാധാരണക്കാരായ പാർട്ടി സഹാക്കൾ, പാർട്ടി അംഗങ്ങൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ അസംതൃപ്തരാണ്. അവരൊക്കെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ്.